ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അലോവേര ജ്യൂസിൽ നിന്ന് നമ്മൾ അലോവേര ജെൽ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ അലോവേര അത് വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം അതിൻ്റെ പേരിൽ ഒത്തിരി റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ അലോവേര അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ യു എയിലായിരുന്നു ഞാൻ. അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ കടയോടുകൂടി തന്നെയാണ് ഞാൻ കൊണ്ടുപോകാറ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇപ്പോൾ ഇവിടെ ആയാലും ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്തത്. അപ്പോൾ ടൈമുണ്ട്, അന്ന് തന്നെ എനിക്ക് പറ്റിയില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കടയോടുകൂടി ഞാൻ പറിച്ച് അതിൻ്റെ വേരെല്ലാം നീക്കിക്കളഞ്ഞ് മാറ്റിക്കളഞ്ഞ് പിന്നെ നമ്മൾ ചെടി എടുക്കുമ്പോൾ നല്ല മെച്ചുറായിട്ടുള്ള ചെടി എടുക്കുക. അല്ലെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആവും, ഫ്ലഷ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ അലോവേര നമ്മൾ ചെയ്യാൻ താല്പര്യം, അലോവേര ജ്യൂസിൽ നിന്നാണ് അലോവേര ജെൽ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നന്നായിട്ട് വളമിട്ട് അതിനെ നന്നായിട്ട് പരിചരിച്ച് നല്ല ഫ്ലഷായിട്ടുള്ള ലീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വാഷ് ചെയ്യണം. വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ ഒരു പശ പോലെയുള്ള യെല്ലോ കളറിലുള്ള ആ ലിക്വിഡ് അത് പോയി കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തുക. ഒന്നൊന്നര മണിക്കൂർ അത് വയ്ക്കുക. കൂടുതൽ വയ്ക്കരുത്. കൂടുതൽ സമയം വെച്ചാലും ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഓക്സിഡൈസ് ചെയ്യാൻ, അതുപോലെ ലീഫിൽ നിന്നായാലും അതിൻ്റെ ഗുണം കുറയുമെന്നാണ് പറയാറ്. അപ്പോൾ നന്നായിട്ട് ഫ്രഷ് വാട്ടറിൽ ഇത് 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് എന്നിട്ട് നന്നായിട്ടൊരു തുണി വെച്ച് തുടയ്ക്കുക. ഒരു തരി പോലും വെള്ളമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. കാരണം നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലീഫിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ കൈമ വെള്ളാവേ അല്ലെങ്കിൽ ഇലയിൽ തന്നെയുള്ള വെള്ളം നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസിലേക്ക് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെയൊക്കെ ഡാമേജ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ലീഫ് മാക്സിമം മാറ്റിവെക്കുക, എടുക്കാതിരിക്കുക. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം, അതുപോലെ നമ്മുടെ കൈ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന കത്തി, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഗ്രൈൻഡർ, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക, അത് ഉറപ്പ് വരുത്താം. ഞാൻ പാത്രങ്ങളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിക്സിയുടെ ജാറായാലും കത്തി ആയാലും ഒക്കെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ക്ലോറക്സ് കിട്ടുമായിരുന്നു. ക്ലോറക്സ് കുറച്ചൊരു 1-2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലഷ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. ഒരു തരി പോലും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് ജ്യൂസ് പരുവത്തിൽ നമുക്ക് കിട്ടണം. അതുപോലെ ഫിൽറ്റർ, ഡബിൾ ലെയറുള്ള ഫിൽറ്റർ വേണം ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനത്തെ ഫിൽറ്റർ കിട്ടാൻ കുറച്ച് പാടാണ്. ഞാൻ ഇതുപോലെ അവിടെ നിന്നും പിന്നെ ഇവിടെയും ചില സ്ഥലങ്ങളിൽ ഇത് കിട്ടും ഇതുപോലത്തെ. അപ്പോൾ ഇതിൽ ഫൈബറും മാക്സിമം നമ്മൾ പോകുന്ന രീതിയിൽ, അതായത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫിൽറ്ററിൽ 2 രീതിയിൽ ഡബിളായിട്ടുണ്ട്. അത് വളരെ നൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് മാത്രമായിട്ട് വീഴും, എന്നാലും ഉണ്ടാവും ഫൈബർ. അതിനാണ് പിന്നീട് നമ്മൾ ഇത് ഊറി വരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫിൽറ്ററുകൾ വേണം. കുറച്ച് ക്ഷമ വേണം ഇത് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ടും, കാരണം ജ്യൂസ് മാത്രം കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇനി ഇത് നമുക്ക് ഒരു ചൂടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ രോഗാണുക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ചാവാനാണ്. പക്ഷെ ഒരിക്കലും തിളക്കരുത്. കാരണം ഇതിൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആ ഗുണമൊന്നും പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടിങ്ങനെ കയറി വരുന്നൊരു പരുവം 50-60 ഡിഗ്രിയിൽ വരുന്നത് നമ്മൾ ആ പരുവത്തിലാവുമ്പോൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഈ ബാക്കി വരുന്ന ഈ ഇതുപോലെയുള്ള ഫൈബറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിൽ ഓയിലും കൂട്ടി അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ 900+ ഗ്രാമാണ് കിട്ടിയത്. അതിനനുസരിച്ചുള്ള പ്രിസർവേറ്റീവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് പ്രിസർവേറ്റീവാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഫിനോക്സി എത്തനോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഫിനോക്സി എത്തനോൾ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തു വെച്ചു. പക്ഷേ എൻ്റെ രണ്ടും കേടായിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഫിനോക്സി എത്തനോൾ ഇതിൽ വർക്ക് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഫിനോക്സി എത്തനോൾ പലരും ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നില്ല. നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രിസർവേറ്റീവ് ഉപയോഗിക്കുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം തന്നെ ഉപയോഗിക്കണം, വാട്ടർ സോളുബിൾ ആയിരിക്കണം. അപ്പോൾ ഫിനോക്സിബത്തനോൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ പലരും വേറെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല, എനിക്ക് ഉറപ്പില്ല അത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് എക്കോ ഓർ ജിയോഗ DCT, രണ്ടും ഒന്ന് പേര് രണ്ടാണെന്നെങ്കിൽ രണ്ടും ഒരു പ്രിസർവേറ്റീവ് തന്നെയാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് വെച്ച് നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിൽ അവിടെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 1 വർഷം വരെ നമുക്ക്, 1 വർഷത്തിലധികമായിട്ട് നമുക്ക് ഇരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് ഇനി ഇത് ഊറാനായിട്ട് വെക്കണം, ഇതിൽ ബാക്കി വേറെ എന്തെങ്കിലും. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലിയർ ജ്യൂസ് കിട്ടും. പിന്നെ നമ്മൾ ജെൽ ഉണ്ടാക്കുമ്പോൾ പല കാര്യങ്ങൾക്കാണ് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഈ ജ്യൂസിൻ്റെ പെർസെൻറ്റേജിൽ വേരിയേഷൻ വരും. നമ്മൾ ജ്യൂസ് മാത്രം ഉപയോഗിച്ചിട്ട് അലോവേര ജ്യൂസിൻ്റെ മാത്രം ജെൽ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജെൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അല്ലേ. അതിലേക്ക് പിന്നീട് ഡീമിനറൈസ്ഡ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ 25% അല്ലെങ്കിൽ 30% അല്ലെങ്കിൽ 15, ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് 15-10% വരെ മതി ജ്യൂസ്. അത്ര എടുത്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഡീമിനറൈസ്ഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കളറും ഗുണവും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഊറിക്കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1.5 മാസമെങ്കിലും എടുക്കും ഇത് ഊറി വരാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ ആയാലും ഇത് സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കൂ. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.